ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒന്ന് രാവിലെ നേരത്തെ നീച്ചിക്കണം കേട്ടോ. ഒന്ന് രാവിലെയാണ്, മദ്രസയിൽ പരീക്ഷയാണ്. 2ാം ക്ലാസ്സുകാർക്കൊക്കെ പരീക്ഷയാണ്. അപ്പോൾ 6:45 പരീക്ഷ കേട്ടോ. അതിന് പറഞ്ഞേക്കണമെങ്കിൽ നേരത്തെ നീച്ചണമല്ലോ. അങ്ങനെ നേരത്തെ നീച്ചിക്കണം. ചായയും കടിയും എല്ലാം ഉണ്ടാക്കി നേരത്തെ വിളിച്ചുണർത്തി 6:45 മദ്രസ കൊണ്ടുപോയാക്കണം കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് മദ്രസ കൊണ്ടുപോയാക്കാം ധൃതിയിലാണ്. അപ്പം ചുടലൊക്കെ ഏകദേശമൊക്കെ പകുതിയാക്കിയപ്പോൾ വിളിച്ചുണർത്തി പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ 8 മണി ആകുമ്പോഴത്തേന് വരുമ്പോഴത്തേന് വേറെ സ്കൂൾക്കുള്ളതൊക്കെ ആക്കണമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കി കൂട്ടുന്നത് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കണവർക്ക് ഇങ്ങനത്തെ വീഡിയോസുകൾ തന്നെ ഉള്ളെല്ലാം ഉണ്ടാവുക. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പയർ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ തോരനാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിക്ക് കുറച്ച് തേങ്ങ ചിരകിക്കണ്. അതിക്ക് 2 വെളുത്തുള്ളിയും പച്ചമുളക് പിന്നെ അതിൽ കീറിയിട്ടിങ്ങാണ്ട് വേവിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിന് ഞാൻ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിരിക്കണം. അത് ചമ്മന്തിക്കാണ് കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളി ഇട്ടുങ്ങാണ്ട് പയറൊക്കെയുള്ളത് ഇങ്ങോട്ട് കറക്കിയെടുക്കട്ടെ കേട്ടോ. നമ്മൾ പയർ ഇങ്ങനെ വേവിച്ച് വെച്ചങ്ങാണ്ട് ആണ് മദ്രസക്കൊക്കെ കൊണ്ടുപോയാക്കിയത്. ഇനി അതിക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ അതിക്ക് ഞാനിത് ചതച്ചത് ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ പയർ തോരനും മുട്ട പൊരിച്ചതും 2 കിഴങ്ങ് ഉണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങ്, അതുകൊണ്ട് അത് പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ. ഒന്ന് ചമ്മന്തിയാണ് കൊടുത്തയച്ചിരിക്കണത്. അപ്പം ഇതാ ഈ തേങ്ങ ചതച്ചത് ഞാൻ പയറിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് നന്നായി ഇളക്കി എണ്ണയിൽ വാട്ടിങ്ങാണ്ടാണ് പയർ വെച്ചിരിക്കണത്. അതുകൊണ്ട് കടുക് വറുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അതായത് ഞാൻ ബാക്കിയിൽ ഞാൻ ചമ്മന്തിക്ക് എടുത്ത് വെച്ചതാണ്. ചെറിയ കഷ്ണം പുളി വല്ലാതെ ഇട്ടാൽ അവർക്ക് പറ്റൂല. അപ്പോൾ 2 കറിവേപ്പിൻ്റെ ഇലയും ഒരു നുള്ള് പുളിയും 2 ചെറിയ ഉള്ളിയും കുറച്ച് മുളകും പൊടി ഒരു നുള്ളി ഇഞ്ചി ഇട്ടിക്കണം, ഉപ്പും ഇതിട്ടുങ്ങാണ്ടൊരു ചമ്മന്തി കേട്ടോ. ചമ്മന്തി പിന്നെ എന്നും വേണം കേട്ടോ. ചിലപ്പോൾ കറി ഉണ്ടാകുമ്പോൾ ഞാൻ കൊടുത്തയക്കലൊന്നുമില്ല. അപ്പോൾ അതാണ് ചോറ്, കുറച്ച് ചോറ് കൊടുത്തയച്ചാൽ മതി. അപ്പം അങ്ങനെ ചോറും ചമ്മന്തിയും പയറുപ്പേരി അങ്ങനെ വെച്ചിട്ട് മേലെ വെച്ചിട്ടാണ് പിന്നെ കിഴങ്ങ് വറുത്തതും മുട്ട കേട്ടോ. പിന്നെ വെള്ളം, പിന്നെ സ്നാക്സിന് ബിസ്ക്കറ്റും, ഇത്രയാണ് കേട്ടോ കൊടുത്തയക്കാലത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അപ്പം അങ്ങനെ അതൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ അടുക്കളയിലത്തെ രാവിലത്തെ ആ തകൃതിയിലുള്ള പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി വല്ല പറഞ്ഞയക്കാനുള്ളൂ. മദ്രസ വിട്ട് വന്നിട്ട് വേണം സ്കൂള് പറഞ്ഞയക്കാനുള്ളൂ കേട്ടോ. എന്നിട്ട് ഉള്ളു കുറച്ച് കഴിയുമ്പോൾ 9:30 ആകും മീനൊക്കെ കിട്ടുമ്പോൾ. എന്നിട്ട് വേണം മീനൊക്കെ മുറിച്ച് വെക്കാൻ കേട്ടോ. കറി വെച്ചിട്ടില്ല, അല്ലാത്തൊക്കെ ആയിട്ടോ. അടുക്കളൊക്കെ ഒതുക്കി. അപ്പം ഇനി മുറ്റം തൂക്കട്ടെ എഴുതിങ്ങാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ചെടികൾ ചിലതൊക്കെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് നല്ല വെയിലല്ലേ, അപ്പോൾ അങ്ങനെ നനക്കണമൊന്നുമില്ല. ഈ ചോറിൻ്റെ അരുവ് കൂടെ വെച്ചതിന് വെള്ളം അങ്ങനെ വല്ലാതെ തട്ടൂലല്ലോ, എപ്പോഴേലും മഴ തട്ടിയാൽ. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ആക്കി കൊടുക്കും. പിന്നെ ഇതിൻ്റെ മുളകും തൈ കേട്ടോ. അതിന് കുറച്ച് കായൊക്കെ ഉണ്ടായിക്കണം. പിന്നെ ഇനി മുറ്റം തൂക്കട്ടെ കേട്ടോ. മുറ്റം കുറേ ഒന്നുമില്ല. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് പുല്ലൊക്കെ പറിച്ചിരുന്നു. ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട്. ഇന്ന് വൈകുന്നേരം പറിച്ചായത് വെച്ചിട്ട് കേട്ടോ. നല്ലോണം ഉണ്ടായിക്കണം. വെയിലും മഴയും കൂടി ആകുമ്പോൾ നല്ലോണം അങ്ങോട്ട് ഉണ്ടാവുമല്ലോ. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം അങ്ങനെ മുറ്റം തൂക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ എന്നൊക്കെ. ഇവിടെ വെയിൽ തന്നെയാണ് ഇപ്പം എന്നും. മഴ എപ്പോഴേലൊക്കെ ഒന്ന് വന്ന് പോകണമെന്നേ ഉള്ളൂ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുറ്റം തൂത്തിട്ട് വേണം മീൻ കൊണ്ടുവന്നവിടെ വെച്ചിക്കണ്. ഇന്ന് കഷ്ണം മീനാണ്. ഒരു മീൻ വാങ്ങിയാൽ ഞങ്ങൾ 2 കൂട്ടരും കൂടി എടുക്കലാട്ടോ. ഞങ്ങൾക്ക് കുറച്ച് പോരെ. അപ്പം ആ മീൻ മുറിച്ചണം. അങ്ങനെ നമ്മളെ മുറ്റം തൂക്കൽ കഴിഞ്ഞു.
ഇനി നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഒരു തലേൻ്റെ പകുതിയും വാലുഭാഗമാണ് കേട്ടോ ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് പാടും. അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കുറച്ച് പൊരിച്ച ഒരു തല ഇട്ടുങ്ങാണ്ട് കറിയും വെക്കാം. എന്നിപ്പം അങ്ങനെയൊക്കെ വെക്കാതിരിക്കാം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഇതാ മീനൊക്കെ കട്ട് ചെയ്തു. ഇനി ഇത് പൊരിച്ചണം, കുറച്ച് പൊരിച്ചണം, കുറച്ച് കറിയും വെക്കണം. ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് എടുത്താക്കാം നാളേക്കൊക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.